ഷമീർ ഷമീർ സാറേ 10 ഇളക്കണ്ടേ? ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് എനിക്കിന്ന് 1K ആയിട്ടാണ്, ഇന്നല്ല 2-3 ദിവസമായിട്ടാണ് 1K ആയിട്ട് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമായിട്ടൊക്കെ കണ്ടപ്പോൾ കുറേ നാളായിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് നാളായി, ഞാൻ ഏകദേശം 1 വർഷത്തിൻ്റെ മേലെയായിട്ടാണ് ചാനൽ തുടങ്ങിയിട്ട്. ഇതുവരെയും 1000 ആവാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട്. വീഡിയോ വരുമ്പോൾ വലിയ ക്ലിയറും കാര്യങ്ങളും ഇല്ലെങ്കിലും അതിൻ്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് മോണിറ്റൈസേഷൻ കൂടി ആവണം. ഇപ്പോൾ സബ് മാത്രമാണ് 1K ആയത്. ഞാൻ അതും കൂടി ആയിക്കഴിഞ്ഞാലാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടി തുടങ്ങുള്ളൂ. അപ്പോൾ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടാണ് കേട്ടോ. അപ്പോൾ സബ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമായി. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ വീട്ടിലേക്ക് പോകാം. ഇന്നൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത അടുക്കളയില്ലേ, അതൊന്ന് കുറച്ച് സ്ഥലം മാറ്റുകയാണ് കേട്ടോ. അവിടെ നല്ല വെയിൽ, കാലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കുള്ള ഫുഡാണ് കേട്ടോ കൂടുതലും ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ടൈം ആകുമ്പോഴേക്കും ഇവിടെ അത്യാവശ്യം വെയിലും പിന്നെ തീയുടെ ചൂടും എല്ലാം കൂടി ആയപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് കേട്ടോ. ഇതേ കണ്ടില്ലേ, ഇവിടെയൊക്കെ നല്ല വെയിലാണ് കേട്ടോ. ഇവിടെ ഒന്നും അധികം മരങ്ങളില്ല. അവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങി കുറച്ചായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് മരങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നല്ല തണലാണ് കേട്ടോ, എപ്പോഴും തണലായിരിക്കും. ഇതേത് കണ്ടില്ലേ, ഇതുപോലെ തന്നെയാണ് കേട്ടോ ഞാൻ എല്ലാ സാധനങ്ങളും ദിവസവും ഇങ്ങോട്ട് കിടത്തുക ചെയ്യുക. ഓരോന്നും ഇപ്പോൾ തക്കാളി ആയാലും സവോള ആയാലും എല്ലാ പച്ചക്കറികളും അരിഞ്ഞ് റെഡിയാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. ചിലത് ഞാൻ തിരക്കില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നിട്ട് അരിയാറുണ്ട് കേട്ടോ. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാ ഐറ്റംസും ഞാൻ അങ്ങോട്ട് കൊണ്ടുവരിക ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ പണികളെല്ലാം കഴിയുമ്പോൾ തിരിച്ച് വീണ്ടും നമ്മൾ അങ്ങോട്ട് തന്നെ കൊണ്ടുപോകും കേട്ടോ. പക്ഷേ വയ്ക്കാൻ നല്ല രസമുണ്ടായി. ഈ കൊണ്ടുവരുന്നതും തിരിച്ചു കൊണ്ടുപോകുന്നതും മാത്രം ഒരു പണിയായി തോന്നിയിരിക്കുന്നത്. ഉള്ളിലെ കിച്ചണിലാവുമ്പോൾ നമ്മൾ ഒരുപാട് അടച്ചിട്ട പോലൊരു ഫീലാണ് കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് വെക്കുന്നതൊന്നും അറിയില്ല കേട്ടോ, ടൈം പോണതേ അറിയില്ല കേട്ടോ. വേഗം തന്നെ എല്ലാ പണികളും കുറച്ച് വൈകുന്നോളും. ഗ്യാസ് ഓൺ ചെയ്യുന്ന പോലെ, അതുപോലെ 2 അടുപ്പിൽ വെക്കുന്ന പോലെ അല്ലല്ലോ, ഒരടുപ്പായത് കൊണ്ട് തന്നെ എല്ലാം കഴിയുമ്പോഴേക്കും എന്തായാലും ഉച്ചയാവുന്നുണ്ട്. ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഒരു 10 മണിയാകുമ്പോഴേക്കൊക്കെ എനിക്ക് അടുക്കളയിൽ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ചിലപ്പോൾ 9 മണിക്കും കഴിയാറുണ്ട്. സ്കൂളിലെ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ 8:30-9 മണിയാകുമ്പോഴേക്കും എല്ലാ പണികളും കഴിയും. ഇവിടെ ഇങ്ങനെ വയ്ക്കുന്നതുകൊണ്ട് ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് കുറച്ച് വൈകിയാലും കുഴപ്പമില്ല. അപ്പോൾ തിരക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ചെയ്തിട്ട് ബാക്കി ഉച്ചയ്ക്കുള്ളൊക്കെ ഇവിടെയാണ് കേട്ടോ ചെയ്യാറ്. ഇവിടെ ആകുമ്പോൾ നമുക്ക് നല്ല കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ കുറച്ച് റിലാക്സ് ആയിട്ടിരിക്കുന്ന പോലെ നല്ല രസമുണ്ട് ഇരിക്കാനായിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു നെന്മാറ വില ദിവസമാണ് കേട്ടോ. ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ്. കുറച്ചായിട്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ട് കൂടുതലും കഴിക്കണം തോന്നുന്ന സമയത്ത് നമ്മൾ മന്തി വാങ്ങിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ അടുപ്പിൽ വെച്ചിട്ട് കഴിക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇന്ന് എന്തായാലും അടുപ്പിൽ തന്നെ ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ്. ഇന്ന് ഏപ്രിൽ 3 നെന്മാറ വില ദിവസം ഉണ്ടാ. അപ്പോൾ ഇക്കാക്ക് അധികം ഓട്ടം ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ കൂടി നല്ല ബ്ലോക്കായിരിക്കും കേട്ടോ. വീട്ടിൻ്റെ അവിടെയൊക്കെ നല്ല ബ്ലോക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് വരാമെന്നുണ്ടെങ്കിൽ ഒരു 2-3 ട്രിപ്പ് എടുക്കുന്ന ടൈം വേണം ഒരു ട്രിപ്പ് പോയിട്ട് വരാൻ തന്നെ. അപ്പോൾ എന്തായാലും ആൾ ഉച്ചയായപ്പോൾ രാവിലെ ഒരു ട്രിപ്പ് പോയിട്ട് ബ്ലോക്കിലൊക്കെ പെട്ടിട്ട് വന്നതുകൊണ്ട് തന്നെ പിന്നെ ആൾ പോയില്ല കേട്ടോ ട്രിപ്പൊന്നും. അപ്പോൾ ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് പിന്നെ ആൾ പോയത്. അപ്പോൾ അതുവരെയും കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 പേരും കൂടിയാണ് കേട്ടോ ഇന്നത്തെ ബിരിയാണി വെക്കൽ. എല്ലാവരും മക്കളും ഒക്കെ ഉണ്ട് കേട്ടോ. തോട്ടിയായത് കൊണ്ട് തന്നെ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഗ്യാസിൽ വെക്കുന്നത് പോലെ ആയിരുന്നില്ല കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ബിരിയാണി അടുപ്പിൽ വെച്ച സമയത്ത്. അതുപോലെ തന്നെ പെട്ടെന്നാവും ചെയ്തു കേട്ടോ. ഗ്യാസിൽ വെക്കുമ്പോൾ അതിൻ്റെ താഴ്ഭാഗത്ത് ആ സെൻറ്റർ പോർഷനിൽ മാത്രമല്ല തീ വരുന്നത്. അതുകൊണ്ടാണ് തോന്നുന്നു ഒരുപാട് വൈകാറുണ്ട് കേട്ടോ ഗ്യാസ് കത്തിച്ചിട്ട് ബിരിയാണി വയ്ക്കുന്ന സമയത്ത്. പക്ഷേ ഇത് അടുപ്പായതുകൊണ്ടായിരിക്കും, ചുറ്റും തീയാണല്ലോ, വേഗം തന്നെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ബിരിയാണി. ഒട്ടും വൈകില്ല, ഒരു അരമണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും ബിരിയാണി റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഗ്യാസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം കൂട്ടിയും കുറച്ചൊക്കെ വെക്കാം. ഇതിപ്പോൾ അതിന് പറ്റാത്തതുകൊണ്ട് വിറക് മാറ്റി വെക്കാം. ഞാൻ അത്യാവശ്യം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ചതച്ചതൊക്കെ വഴറ്റുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് അടുക്കി പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെയിൽ വരുക, വെയിൽ വരുന്ന സാധനം ഉണ്ടായില്ല, നിങ്ങൾ കയറി മഴക്കാലത്ത് മാത്രം വെയിൽ വന്ന് നോക്കേ വേണ്ട, തുള്ളി വെയിൽ കൊള്ളില്ല.
രണ്ട് മുറങ്ങക്കാ, രണ്ട് കത്രിക്ക. പാട്ട് എന്നെ എടുക്കുന്ന എന്നെ വീഡിയോ കിട്ടിയില്ല. എന്റെ ക്യാമറ കാണണം, എന്റെ തല കാണണം, എന്റെ ഉടനെ മാത്രം കാണാം. അവിടെ കാണണ്ട കണ്ട ഷമീർ ഷമീർ സർബത്ത്, ഷമീർ ഷമീർ സർബത്ത്. കരണ്ടിയൊക്കെ അതിലൊന്നും പിടിച്ചിട്ടാണ് ആദ്യം അത് വെച്ച് ഇളക്കും. ഷമീർ ഷമീർ സർബത്ത്, ഷമീർ ഷമീർ സർബത്ത്. കളിക്കുക ഇതൊക്കെ ഞാൻ വീട്ടിലിട്ട് എന്നാൾക്കാര് കളിയാക്കണ്ടേ? ഇക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രസമുണ്ടാ. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ട് വയ്ക്കും. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വെക്കുന്നതിൻ്റെ ഒരു ക്ഷീണവും ഉണ്ടാവില്ല കേട്ടോ. നല്ല ആൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണേ. കിട്ടില്ല ആവശ്യമില്ല. அதுக்குள்ள மொப்பு போடுறது, அந்த கத்திரிக்காய் போடுறது, மிளகாய் போடுறது, கும்பளங்காய் போடுறது, கும்பளங்காய் முட்டை உண்டாக்குறது. ഒരു രക്ഷയില്ല മക്കളെ. എൻ്റെ ഭാര്യ ബിരിയാണി വെച്ച് 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 പഠിച്ചിരിക്കുന്നു. ഇനി ഇവളിനെ ബിരിയാണിയിൽ തോൽപ്പിക്കാൻ ട്രംപിനല്ല ഏത് ലോക നേതാവിനും സാധിക്കില്ല, അത് സംശയമില്ല. ബിരിയാണി അടുപ്പത്ത് വിറകിട്ടുണ്ടാക്കിയതാണ്. അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും പറയാൻ വയ്യ, ഭയങ്കര ടേസ്റ്റ്, പറയാതെ വയ്യ. എന്താ വെച്ചാൽ ഞങ്ങൾ ബിരിയാണി വെക്കും കഴിക്കാറൊക്കെ ഉണ്ട്, ഗ്യാസ് അടുപ്പിലാണ് സാധാരണ വെക്കലും കഴിക്കലൊക്കെ. പക്ഷെ അതിൻ്റെ ടേസ്റ്റ് ഇതിൻ്റെ ടേസ്റ്റ് ഒരുപാട് വ്യത്യാസമുണ്ട്. എനിക്ക് കഴിച്ചിട്ട് പറയുള്ളൂ, എന്താ വെച്ചാൽ നാക്കിൽ വെള്ളം വന്നിട്ട്.